പറയുന്നത് ചെയ്യുവിൻ. യോഹന്നാൻ 2:5. വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നവർക്ക്, സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശമാണിത്. മത്തായി 7:21 കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവരല്ല, പ്രത്യുത സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാകുന്നു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് അരുളി ചെയ്തുകൊണ്ട് ഈശോയും അമ്മയുടെ ഈ സന്ദേശം ശരിവയ്ക്കുന്നുണ്ട്. പ്രശസ്ത അമേരിക്കൻ വചനപ്രഘോഷകനായിരുന്ന ഫുൾട്ടൻ ജെ ഷീൻ താൻ കണ്ട ഒരു സ്വപ്നം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഫുൾട്ടൻ ജെ ഷീൻ മരിച്ച് സ്വർഗ കവാടത്തിങ്കലെത്തി. പത്രോസ്ലീഹ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പല കാര്യങ്ങൾ പറഞ്ഞു നോക്കി, രക്ഷയില്ല, തർക്കമായി. ശബ്ദം കേട്ട് ഈശോ ഇറങ്ങി വന്നു. പത്രോസ്ലീഹായോട് തർക്കിക്കുന്ന വ്യക്തിയുടെ പേരെന്താണെന്ന് ഈശോ ചോദിക്കുന്നു. ഫുൾട്ടൻ ജെ ഷീൻ. അപ്പോൾ ഈശോയുടെ മറുപടി എന്തായിരുന്നെന്നോ? എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള പേരാണല്ലോ ഇത്, കയറ്റി വിട്ടേക്കൂ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക്. അതെ, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ പരിശുദ്ധ അമ്മയെപ്പോലെ വേറെ ആരാണുള്ളത്? ജൂലൈ മാസത്തിൽ നാം ആഘോഷിക്കുന്ന തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണല്ലോ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ. തൻ്റെ കാവലും കരുതലും തേടി കരഞ്ഞുകൊണ്ട് തൻ്റെ പക്കൽ അണയുന്നവരെ സ്നേഹിക്കുന്ന, ആപത്തുകൾ മുൻകൂട്ടി കണ്ട് മുന്നറിയിപ്പുകൾ നൽകി സംരക്ഷിക്കുന്ന സ്നേഹമയിയായ അമ്മയാണ് പരിശുദ്ധ കർമ്മല മാതാവ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ സംരക്ഷണത്തിൻ്റെ ചരിത്രം. കർമ്മലയിലെ ഏലിയ പ്രവാചകന്റെ കാലത്തോളം പഴക്കമുണ്ടതിന്. 1251 ജൂലൈ 16 ആപത്തിലായിരുന്ന സൈമൺ സ്റ്റോക്ക് എന്ന കർമ്മലീത്ത സന്യാസിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമായ ഉത്തരീയം അഥവാ വെന്തിങ്ങ നൽകിക്കൊണ്ട് പരിശുദ്ധ കർമ്മല മാതാവ് തൻ്റെ മാതൃസ്നേഹത്തിൻ്റെ ആഴവും ആർദ്രതയും വെളിവാക്കി. അതെ, സ്നേഹമയിയായ ഒരമ്മയാണ് പരിശുദ്ധ കർമ്മല മാതാവ്. അമ്മയുടെ മേലങ്കി, വിരിച്ച മേലങ്കി, കാപ്പ നിങ്ങൾ കണ്ടിട്ടില്ലേ? അമ്മേ അമ്മേ എന്ന് വിളിച്ച് ആപത്തുകളിൽ ആശ്രയിക്കുന്നവരെയും തിന്മകളിൽ പെട്ടിരിക്കുന്നവരെയും ഈ കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് പരിശുദ്ധ കർമ്മല അമ്മ സംരക്ഷിക്കുന്നു. കാപ്പയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. ഒരു കൊച്ചു കഥ ഓർമ്മയിലെത്തുന്നു. പരിശുദ്ധ അമ്മ സ്വർഗ കവാടത്തിലൂടെ വളരെ വേഗം കടന്നു പോവുകയായിരുന്നു. അമ്മയുടെ പോക്ക് കണ്ടാൽ തോന്നും പത്രോസ്ലീഹ തന്നെ കാണരുതേ എന്ന് അമ്മ ആഗ്രഹിക്കുന്നത് പോലെ. ഏതായാലും സ്ലീഹ കാണുക തന്നെ ചെയ്തു. അമ്മയുടെ സാധാരണയിലും ഉയർന്നിരിക്കുന്ന ആ കാപ്പയ്ക്കുള്ളിൽ എന്താണെന്ന് സ്ലീഹ നോക്കി. താൻ തടഞ്ഞു വെച്ചിരിക്കുന്ന പല ആത്മാക്കളും അതിലുള്ളതായി സ്ലീഹ കണ്ടു. അതെ, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന് നമ്മോട് പറയുന്ന അമ്മ അവൻ്റെ അടുക്കൽ, ഈശോയുടെ അടുക്കൽ സ്വർഗത്തിൽ നമ്മെ എത്തിക്കുവാനും ബദ്ധശ്രദ്ധാലുവാണ്. പരിശുദ്ധ അമ്മ പല വ്യക്തികൾക്കും നൽകിയിട്ടുള്ള സ്വകാര്യ വെളിപാടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞേ കുഞ്ഞേ എന്ന് ഈ ലോകത്തിൽ മറ്റാർക്കും വിളിക്കാനാവാത്ത സ്നേഹമാധുര്യത്തോടെ വിളിച്ച് തൻ്റെ വെളിപാടുകളും സന്ദേശങ്ങളും നൽകി സ്വർഗത്തിലെത്താൻ സഹായിക്കുന്ന സ്നേഹമയിയായ ഒരമ്മയുടെ ചിത്രം. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ രൂപത്തിലേക്കൊന്ന് നോക്കൂ. ഉണ്ണി ഈശോയെയും കരങ്ങളിലെടുത്ത് നിൽക്കുന്ന പരിശുദ്ധ അമ്മ, ഉണ്ണിയെ സ്നേഹിക്കുന്ന സംരക്ഷിക്കുന്ന അമ്മ. ഉണ്ണി ഈശോയ്ക്ക് സ്നേഹവും സംരക്ഷണവും നൽകിയതുപോലെ അമ്മയിൽ ആശ്രയിക്കുന്ന മക്കളായ നമുക്കും തീർച്ചയായും അമ്മ സ്നേഹവും സംരക്ഷണവും നൽകും. പരിശുദ്ധ കർമ്മല മാതാവ് എന്നൊരു മാതാവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് 1917 ഫാത്തിമയിലും അരനൂറ്റാണ്ടിന് ശേഷം ഗരബന്താളിലും പ്രത്യക്ഷപ്പെട്ടപ്പോൾ കർമ്മല മാതാവിൻ്റെ രൂപത്തിൽ ദർശനം നൽകുകയും താൻ കർമ്മല മാതാവാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്ത അമ്മയുടെ തന്നെ സാക്ഷ്യം. വെന്തിങ്ങ അഥവാ ഉത്തരീയം പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമാണെന്ന് നാം കണ്ടു. ഈ ഉത്തരീയം ധരിച്ചതുകൊണ്ട് മാത്രം ആരും സ്വർഗത്തിൽ പോവുകയില്ല. അതിന് പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന സുഹൃതങ്ങൾ, നന്മകൾ നമ്മുടെ ജീവിതത്തിലും നാം പ്രാവർത്തികമാക്കണം. അമ്മയിൽ വിളങ്ങിയിരുന്ന അഗാധമായ എളിമ, മൗനം, വചനമനനം
ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെയും ഭാഗധേയമാകണം. ജീവിതത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും വേണ്ടത്ര സ്നേഹവും സംരക്ഷണവും വാത്സല്യവും ഒന്നും ലഭിക്കാത്ത, അനുഭവിക്കാൻ സാധിക്കാത്ത വ്യക്തിയാണോ നിങ്ങൾ? അമ്മേ അമ്മേ എന്ന് വിളിച്ച് സ്നേഹത്തോടെ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ പക്കൽ അണയൂ. അമ്മയുടെ സ്നേഹം സുനിശ്ചിതമായും നിങ്ങൾ അനുഭവിക്കും. ഉത്തരീയം ധരിച്ചുകൊണ്ട് അമ്മയുടെ യഥാർത്ഥ മകളായി ജീവിച്ചുകൊണ്ട് അമ്മയുടെ പക്കൽ അണയൂ. തീർച്ചയായും അമ്മയുടെ സംരക്ഷണം നിങ്ങൾ അനുഭവിക്കും. നമുക്ക് പരിശുദ്ധ കർമ്മല അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മേ, കർമ്മല മാതാവേ, സ്വർഗരാജ്ഞി, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ച് അമ്മയുടെ അടുക്കൽ എത്തുവോളം, സ്വർഗത്തിലെത്തുവോളം അമ്മയുടെ കാപ്പയുടെ കീഴിൽ മക്കളായ ഞങ്ങളെ കാത്തുകൊള്ളണമേ.